കോഴിക്കോട് ബീച്ച് ആശുപത്രിയിലെ കാത്ത് ലാബിന്റെ പ്രവർത്തനം 9 മാസങ്ങൾക്ക് ശേഷം പുനരാരംഭിച്ചു. കാത്ത് ലാബിലേക്ക് ആവശ്യമായ സ്റ്റെന്റും അനുബന്ധ സാധനങ്ങളുടെയും വിതരണവും തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക 1.25 കോടി രൂപയിൽ 50 ലക്ഷം ഇന്ന് നൽകും. ജനം TV വാർത്തയ്ക്കും BJP പ്രതിഷേധത്തിനും ഒടുവിലാണ് നടപടി. അനഘ ഹർഷൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അനഘ, ഇത് നിരന്തരം ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു പോരാട്ട പാതയിൽ തന്നെയായിരുന്നു എന്ന് പറയാം. BJP ഒപ്പം വാർത്ത നിരന്തരം നൽകുകയും ചെയ്തിരുന്നു. ജനം TV ഏതായാലും ഇപ്പോൾ കുറച്ചൊരു ആശ്വാസം എന്ന് പറയാം. കാരണം കുറച്ച് കുടിശ്ശിക നൽകുന്നു. അതേസമയം 9 മാസങ്ങൾക്ക് ശേഷം കാത്ത് ലാബ് പുനരാരംഭിക്കുന്നു പ്രവർത്തനം എന്ന് പറയുന്നതും വലിയ ആശ്വാസകരമാണ്. വിവരങ്ങൾ എന്താണ്? ഒന്നും രണ്ടുമല്ല, നീണ്ട 9 മാസമാണ് ഈ ബീച്ച് ആശുപത്രിയിലെ കാത്ത് ലാബ് അടച്ചിട്ടിരുന്നത്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് രോഗികൾ വലിയ പ്രതിസന്ധിയിലായിരുന്നു. ഈ വാർത്ത നിരന്തരം റിപ്പോർട്ട് ചെയ്തത് നമ്മളാണ്. നമ്മുടെ വാർത്തയ്ക്കും BJPയുടെ പ്രതിഷേധവും ഒക്കെ തന്നെ ഈ വിഷയത്തിൽ നിരന്തരം ഉണ്ടായിരുന്നു. അതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ബീച്ച് ആശുപത്രിയിലുള്ള കാത്ത് ലാബ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഈ കാത്ത് ലാബിലെ പ്രവർത്തനം ഇല്ലാത്തത് മൂലം കഴിഞ്ഞ ദിവസം ഈ അത്തോളി സ്വദേശിയായിട്ടുള്ള ഒരു രാജൻ ആശുപത്രി കാലുവേദനയുമായി ബന്ധപ്പെട്ട ചികിത്സ തേടിയിരുന്നു. ഈ സമയം ഹൃദയസ്തംഭനം ഉണ്ടാകുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായി. എന്നാൽ ആശുപത്രിയിൽ കാത്ത് ലാബ് പ്രവർത്തനരഹിതമായതുകൊണ്ട് തന്നെ രാജൻ മരിക്കുന്നൊരവസ്ഥ പോലും ഈ ആശുപത്രിയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അതും നമ്മൾ തന്നെയാണ് ആദ്യം റിപ്പോർട്ട് ചെയ്തത്. ഇതിനൊക്കെ ഒടുവിലാണ് ഇപ്പോൾ കാത്ത് ലാബ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചത്. അപ്പോഴും നമുക്ക് പൂർണ്ണമായ ഒരു ആശ്വാസം എന്ന് പറയാൻ സാധിക്കില്ല. കാരണം ആശുപത്രിയിൽ സ്റ്റണ്ടും മറ്റുമൊക്കെ വിതരണം ചെയ്ത വിതരണക്കാർക്ക് 1.5 കോടി രൂപയാണ് ആശുപത്രി നൽകാനുള്ളത്. ഇതിൽ 50 ലക്ഷം രൂപ ഉടൻ, അതായത് ഇന്ന് തന്നെ നൽകുമെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചിരിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വിതരണക്കാർ സ്റ്റണ്ട് വിതരണം അടക്കമുള്ളവ ആശുപത്രിയിലേക്ക് തുടർന്നും നൽകാൻ തയ്യാറാണ് എന്ന് അറിയിച്ചിരിക്കുന്നത്. അപ്പോഴും അവർ ഈ ആരോഗ്യ വിഭാഗത്തോടും ആരോഗ്യ അധികൃതരോടും പറഞ്ഞൊരു കാര്യമുണ്ട്. തങ്ങളെ ഇത്തരത്തിൽ ബാക്കി തുകയ്ക്കായി തങ്ങൾ ഈ ആശുപത്രിക്ക് വരാന്തയിൽ സമരം ഇരുത്തേണ്ട ഒരു സ്ഥിതിയിലേക്ക് തങ്ങളെ എത്തിക്കരുത് എന്നാണ് ഈ മരുന്ന് വിതരണക്കാർ പറയാനുള്ളത്. അങ്ങനെ ഒരു സാഹചര്യം ഇനി ഉണ്ടായാൽ, അതായത് ഇന്ന് കൃത്യമായി 50 ലക്ഷം നൽകുകയും ബാക്കി തുകയ്ക്ക് കൃത്യമായ ഒരു കാലാവധി പറഞ്ഞിട്ടുണ്ട്, അത് നൽകുകയും ചെയ്തിട്ടില്ലെങ്കിൽ വീണ്ടും ആശുപത്രിയിലെ കാത്ത് ലാബിന് പൂട്ടിടേണ്ട ഒരു അവസ്ഥ വരും. അത് വലിയ രീതിയിൽ രോഗികളെ ബാധിക്കും. എന്തായാലും ഈ ബീച്ച് ആശുപത്രിയിലെ 9 മാസമായി അടഞ്ഞുകിടന്ന കാത്ത് ലാബാണ് ഇന്ന് തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. നിരന്തരം നമ്മൾ ചെയ്ത വാർത്തയുണ്ടായിരുന്നു, BJPയുടെ പ്രതിഷേധമുണ്ടായിരുന്നു. ആശുപത്രി സൂപ്രണ്ടിന്റെ അടക്കം റൂമിന് പുറത്ത് ഉപരോധ സമരങ്ങൾ സംഘടിപ്പിച്ചിരുന്നു. ഇതിന്റെയൊക്കെ ഏറ്റവും ഒടുവിലാണ് 9 മാസങ്ങൾക്ക് ശേഷം ഇപ്പോൾ കാത്ത് ലാബിന്റെ പ്രവർത്തനം തുറന്ന് പ്രവർത്തിച്ചിരിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇനി ഈ കാത്ത് ലാബിന് പൂട്ടിടുന്ന അവസ്ഥ ഉണ്ടാകരുത് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. കാരണം അത്രമേൽ സാധാരണക്കാരെത്തുന്ന, സാധാരണക്കാരന്റെ ഏക ആശ്രയമായ ഒരു ആശുപത്രി കൂടിയാണ് ബീച്ച് ആശുപത്രി. അതുകൊണ്ട് തന്നെ ഇനി തുടർന്ന് എല്ലാ ദിവസങ്ങളിലും എല്ലാ മാസവും ഈ കാത്ത് ലാബിന്റെ പ്രവർത്തനം ഇതുപോലെ തന്നെ തുടരണം എന്നാണ് പറയാനുള്ളത്. അതിന് ആരോഗ്യവകുപ്പ് തിരിച്ച് അവർക്ക് ഇത്തരത്തിൽ വിതരണക്കാർക്ക് നൽകാനുള്ള കുടിശ്ശിക ബാക്കി കൂടി നൽകണം. അതിൽ എന്തെങ്കിലും ഒരു തടസ്സം ഉണ്ടായിക്കഴിഞ്ഞാൽ വീണ്ടും ഈ കാത്ത് ലാബിന്റെ പ്രവർത്തനം, കാത്ത് ലാബിന് പൂട്ടിടേണ്ട ഒരു അവസ്ഥ കൂടി വരാനുള്ള സാധ്യതയും ഉണ്ട്. ഓക്കെ, ശരി അനഘ.